നമസ്കാരം, ഔട്ട് ഓഫ് ദ ബോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൻ്റെ പരമ്പരാഗത കൈത്തറി മേഖലയെ നവീകരിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടം യങ് ഓൺട്രപ്രണേഴ്സിനെയാണ് ഇന്ന് ഔട്ട് ഓഫ് ദ ബോക്സിൽ നമ്മൾ ഫീച്ചർ ചെയ്യുന്നത്. തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയ 6 കൂട്ടുകാർ ചേർന്ന് ഒരു കമ്പനി രൂപീകരിച്ചു, ദി പീപ്പിൾസ് കമ്പനി. സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് ഹോൺബിൽ എന്ന ഒരു കൈത്തറി ബ്രാൻഡിന് രൂപം കൊടുത്തിരിക്കുകയാണ് ഇവർ. പീപ്പിൾസ് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് ബേസ്ഡ് ഒരു സ്റ്റാർട്ടപ്പാണ്. അതിൻ്റെ ഫോർമേഷൻ ശരിക്കും സംഭവിച്ചത് നമ്മൾ 6 പേര് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിരുന്നപ്പോഴാണ്, CETയിൽ പഠിച്ചിരുന്നപ്പോഴാണ്. അതിൻ്റെ ഐഡിയോളജിയൊക്കെ നമ്മൾ 6 പേരും ചേർന്ന് ഫോം ചെയ്ത് തന്നെയാണ്. നമ്മുടെ കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ നമ്മുടെ ശരിക്കും ആഗ്രഹം കോളേജിൽ നിന്ന് പാസ് ഔട്ടായി ഒരു 4 വർഷത്തിന് ശേഷം എല്ലാവരും ഒരുമിച്ച് വന്ന് ഒരു NGO സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു. ആ NGOയുടെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ വെച്ചിരുന്നത് ഒരു പ്രൊഡക്ഷൻ ഒരു സൊസൈറ്റിയിലേക്ക് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ കേരളത്തിലേക്ക് പ്രൊഡക്ഷൻ കൊണ്ടുവന്ന് ആ പ്രൊഡക്ഷൻ കാരണം ഒരു സൊസൈറ്റി അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു NGO ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. ഏതൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിനും ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഒരു ടീമാണ്. ലക്കിലി നമുക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു 4 വർഷത്തെ പരിചയവും സ്നേഹവും ബന്ധവുമൊക്കെ ഉള്ള ഒരു വലിയ ടീം തന്നെയാണ്. ആ ടീം ഫോർമേഷന് ഏറ്റവും കൂടുതൽ പങ്കുവച്ചിട്ടുള്ള CET ആണ്. CETയിലെ ലൈഫും അവിടുത്തെ പൊളിറ്റിക്കൽ ലൈഫും സോഷ്യൽ ലൈഫും ഒക്കെ നമ്മൾ ഒരുപാട് ഗ്രൂം ചെയ്തിട്ടുണ്ട് ഒരു ടീം എടുക്കുന്നതിലേക്കും. ഒരുപക്ഷെ കോളേജിലെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ട് എല്ലാവരും ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് എടുത്ത് ഒരു സെക്യൂർ ലൈഫിന് വേണ്ടി പോകുമ്പോൾ അതൊന്നും വേണ്ട, നമുക്കൊരു റിസ്കിലേക്ക് എടുത്ത് ചാടാമെന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ചതും ഈ ടീം തന്നെയാണ്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗവൺമെൻറ്റുമായിട്ട് ഹാൻഡ്ലൂം സെക്ടറിനെ റിവൈവ് ചെയ്യാനുള്ള ഈ കോൺട്രാക്റ്റ് വിൻ ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി സോമസുന്ദരൻ സാറ് ഞങ്ങൾക്ക് മുന്നിൽ നിവർത്തി വെച്ച 44 പൊതുമേഖലകളുടെ ലിസ്റ്റിൽ നിന്ന് ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഹാൻഡ്ലൂം സെക്ടറിനെയായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, കാർഷിക മേഖല കഴിഞ്ഞാൽ ഇത്രയധികം പാവങ്ങൾ ജോലി ചെയ്യുന്ന ഒരു വളരെ പ്രാകൃതമായ ഒരു സെക്ടറായിക്കൊണ്ടിരിക്കുകയാണ് ഹാൻഡ്ലൂം സെക്ടർ. അത് മാത്രമല്ല, അതിൻ്റെ ഉപയോക്താക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.5 കോടിയോളം വരുന്ന നമ്മുടെ കേരള ജനതയും അതിനും പുറത്ത് അതിന് നല്ലവണ്ണം വില മതിക്കുന്ന ഒരു വിദേശ ജനതയുമുണ്ട്. അതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാതെ ആ സെക്ടർ കിടക്കുന്നത് കണ്ടാണ് ഞങ്ങൾ ഹാൻഡ്ലൂം സെക്ടർ തന്നെ തിരഞ്ഞെടുത്തത്. എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടുള്ള ഞങ്ങൾ 6 പേരും ഹാൻഡ്ലൂം സെക്ടറിലേക്ക് കടന്നപ്പോൾ അത് ഒരുപാട് വെല്ലുവിളികളാണ് ഞങ്ങൾക്ക് മുമ്പിൽ വെച്ചത്. അതിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെല്ലുവിളികളെ തരണം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അതായത് ഞങ്ങൾ 6 പേര് 2 ഗ്രൂപ്പുകളായി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയും അതുപോലെ തന്നെ കേരളത്തിലെ ഹാൻഡ്ലൂം സെക്ടറും ഒരുപോലെ ക്രാക്ക് ചെയ്യാൻ ശ്രമിച്ചു. കേരളത്തിലെ കൈത്തറി മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നെയ്ത്ത് സൊസൈറ്റികൾ, കടത്തിലേക്ക് പൂഴ്ന്നു പോകുന്ന കുറേ സൊസൈറ്റികൾ, നെയ്ത്ത് സഹകരണ സംഘങ്ങൾ, പിന്നെ അതിലും കടത്തിലേക്ക് നീങ്ങുന്ന കൈത്തറി മേഖലയിലെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി പണ്ടെങ്ങോ സ്ഥാപിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഇതെല്ലാം ചേർന്നാണ് കേരളത്തിൻ്റെ കൈത്തറി മേഖല. ഈ മേഖല ഒന്നാകെ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ യുവാക്കൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആലോചിക്കുക എന്ന് തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ 6 മാസത്തിൻ്റെ പഠന പദ്ധതിക്ക് രൂപരേഖ നൽകിയത്. എല്ലാവരും കോളേജിൽ കോളേജിനോട് വിട പറയുന്ന സമയത്ത് ഞങ്ങൾ കേരളത്തിലെ കൈത്തറി സംഘങ്ങളിലും ഈ നെയ്ത്തും ഈ ഹാൻഡ്ലൂം സെക്ടറും ഇതൊക്കെ എന്താണെന്ന് പഠിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ഗുഡ് ബൈ ഇല്ലാതെ കോളേജിൽ നിന്ന് ഞങ്ങൾ നേരെ ചാടിയത് കേരള ഹാൻഡ്ലൂം എന്നുള്ള ഒരു ട്രഡീഷണലായ ഒരുമാതിരിപ്പെട്ട എല്ലാ ബ്യൂറോക്രാറ്റ്സും ഗവൺമെൻറ് തന്നെ കൈ ഒഴിയപ്പെട്ടു എന്ന് തോന്നുന്നൊരു സമയത്താണ് ഇതിലേക്ക് വരുന്നത്. കേരളത്തിലെ നഷ്ടമുണ്ടാക്കുന്ന പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് തിരിച്ചു കൊണ്ടുവരണം, അത് ലാഭത്തിലാക്കണം എന്നുള്ള പ്രോജക്റ്റായിരുന്നു ഞങ്ങളും മിസ് സോമസുന്ദരൻ സാറും അന്ന് പ്ലാൻ ചെയ്തത്. ഹാൻഡ്ലൂം സെക്ടറിലെ 6 മാസത്തെ പഠനത്തിന് ശേഷം ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു. അതിലേറ്റവും വലിയ കണ്ടെത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാൻഡ്ലൂം സെക്ടറിൽ ശരിക്കും ലാക്ക് ചെയ്യുന്നത് അതിനെ റൺ ചെയ്യാൻ, അതിൻ്റെ ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ സിസ്റ്റത്തെ റൺ ചെയ്യാൻ കെൽപ്പുള്ള ഒരു മാർക്കറ്റിംഗ് എലമെൻ്റാണ്. അതിന് ഇന്ന് നിലവിലുള്ള മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിനും ക്രിസ്മസിനും വിഷുവിനും ഒക്കെ ഉള്ള റിബേറ്റ് സെയിൽസും
ഹാൻഡെക്സിനും ഹാൻഡ് വീവിലെയും ഷോറൂമുകളിലൂടെയുള്ള വിൽപ്പനയുമാണ്. സാധാരണ കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളും തുണിയെടുക്കാൻ പോകുന്നത് എവിടെയാണെന്ന് നമുക്കറിയാം. അവിടങ്ങളിലൊന്നും എത്തിപ്പെടാനുള്ളൊരു കെൽപ്പ് ഇന്നത്തെ ഹാൻഡ്ലൂം ഫാബ്രിക്സിനോ ഹാൻഡ്ലൂം തുണിത്തരങ്ങൾക്കോ ഇല്ലാതെ പോയി എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. ഇതെല്ലാം എങ്ങനെ ക്രാക്ക് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ചെറിയൊരു സാമ്പിൾ ഞങ്ങൾ കാണിച്ചു കൊടുക്കാം. വെറുതെ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതിന് പകരം അതിനെ സാമ്പിൾ രീതിയിൽ അവതരിപ്പിച്ചു കൊടുക്കാമെന്ന് ഞങ്ങൾ വിചാരിക്കുകയായിരുന്നു. അങ്ങനെയാണ് 2 മാസം നീണ്ടു നിന്ന ഓപ്പറേഷൻ ഫിനിക്സിൻ്റെ തുടക്കം. ഞങ്ങൾ കേരളത്തിലെ 2 സൊസൈറ്റികൾ, കണ്ണൂരുള്ള മയിൽ സൊസൈറ്റിയും ബാലരാമപുരത്തുള്ള കോട്ടുകാൽ കോട്ടായിക്കോണം എന്ന സൊസൈറ്റിയും എടുത്തുകൊണ്ട് അവിടെ പുതിയ ഫാബ്രിക്സ്, കോട്ടൻ്റെ നല്ല വെറൈറ്റി ഫാബ്രിക്സും കോട്ടൺ സിൽക്ക് എന്ന കേരളത്തിൽ ഇതേവരെ പ്രൊഡക്ഷൻ ഇല്ലാത്ത പുതിയ ഇനം ഫാബ്രിക്സും ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു 60 സാമ്പിൾ പ്രൊഡക്ട്സ് ഞങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അതിന്ന് മുഖ്യധാര മാർക്കറ്റുകളിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യം ഞങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. അതായത് ഇന്നത്തെ നിലയ്ക്ക് ഹാൻഡ്ലൂം സെക്ടറിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് ആണ്. കുറേ പ്രൊഡക്ട്സ് ഉണ്ടാക്കും, അതെങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് കുറേ പേരിരുന്ന് ആലോചിക്കും. അത് ആ മാർക്കറ്റിങ്ങിൽ അവിടെ പരാജയപ്പെടും എന്നതാണ് സത്യം. എന്നാൽ ഞങ്ങൾ അതിനെ റിവേഴ്സ് ചെയ്യാൻ ഒരു തീരുമാനമെടുത്തു. മാർക്കറ്റിൽ എന്താണ് ആവശ്യം എന്ന് ഞങ്ങൾ അന്വേഷിച്ചറിയും. അതിന് ശക്തമായ മാർക്കറ്റ് സർവേകൾ നടത്തി. കേരളത്തിലെ തന്നെ, തിരുവനന്തപുരത്തെ തന്നെ 13 വർഷം പഴക്കമുള്ള ഏറ്റവും പ്രശസ്തമായ ഒരു ബൂട്ടിക്കാണ് സെറീന ബൂട്ടിക്, ഷീല ജെയിംസിൻ്റെ. ആ ബൂട്ടിക്കിൻ്റെ മാർക്കറ്റ് അഷ്വറൻസ് ഞങ്ങൾ ഏറ്റെടുത്തു. അങ്ങനെ മാർക്കറ്റ് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ആ പ്രൊഡക്ട്സിന് വേണ്ടിയുള്ള പ്രൊഡക്ഷൻ ആരംഭിച്ചു. കേരളത്തിലെ ഈ 2 കൈത്തറി സൊസൈറ്റികളിൽ നല്ല രീതിയിലുള്ള ഫാബ്രിക്സ് ഡെവലപ്പ് ചെയ്യാനുള്ള ആരംഭം കുറിച്ചു. അത് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് ഒരു എക്സ്പോർട്ട് ക്വാളിറ്റി ഐറ്റമായി ആ ബൂട്ടിക്കിൽ 2 ദിവസം മുമ്പേ ലോഞ്ച് ചെയ്തു. ഹോൺബിൽ എന്ന ബ്രാൻഡായിട്ടാണ് അത് ലോഞ്ച് ചെയ്തത്. അത് ഇത്രയും 6 മാസം എന്നുള്ളത് ഞങ്ങൾക്ക് ഗവൺമെൻറ് നിക്ഷേപിച്ചത് ഒരു പഠനം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള കാലയളവാണ്. ആ കാലയളവിനുള്ളിൽ ഞങ്ങൾ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് പകരം അതിലും ശക്തമായി അതിൻ്റെ ഒരു സാമ്പിൾ തന്നെ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. കേരള ഹാൻഡ്ലൂമിൽ ആദ്യമായി ഒരു ഇൻ്റർനാഷണൽ ടെക്സ്റ്റൈൽ ബ്രാൻഡ് ലോഞ്ച് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ്.